ബിഗ് ബോസ് സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ച മത്സരാർത്ഥിയായിരുന്നു സിബിൻ. ബിഗ് ബോസ് വീടിന് പുറത്തിറങ്ങിയ ശേഷം സിബിൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പ്രേക്ഷകരെ അക്ഷരാർത്ഥം ഞെട്ടിച്ചിരുന്നു. ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് സിബിനും ബിഗ് ബോസ് താരം അഖിൽ മാരാറും. ഇന്ന് കൊച്ചിയിൽ നടത്തിയ പ്രസ് മീറ്റിലാണ് ബിഗ് ബോസിൽ തനിക്ക് സംഭവിച്ചത് എന്താണെന്നും അതിൻ്റെ കൂടുതൽ വെളിപ്പെടുത്തലുകളും സിബിൻ പുറത്തുവിട്ടത്. ബിഗ് ബോസ് സംഘാടകർക്കെതിരെ സിബിൻ മുൻപ് തന്നെ പരാതി നൽകിയിരുന്നു. അതിൽ തമിഴ്നാട് DGPക്ക് നൽകിയ പരാതി അദ്ദേഹം സ്വീകരിച്ചെന്നും സിബിൻ പറയുന്നുണ്ട്. സിബിൻ ബിഗ് ബോസ് വീടിന് പുറത്തായതിൻ്റെ പിറ്റേ ദിവസം താൻ രാവിലെ ഭയങ്കരമായി തളർന്നു പോയെന്ന് സിബിൻ പറഞ്ഞിരുന്നു. അതിന് കാരണം മാനസിക രോഗമില്ലാത്ത തനിക്ക് ബിഗ് ബോസിൽ നൽകിയ മാനസിക രോഗത്തിൻ്റെ മരുന്നുകളാണ്. ആ മരുന്നുകൾ കുടിക്കാൻ തന്നെ നിർബന്ധിച്ചെന്നും സിബിൻ പറയുന്നു. തനിക്ക് നൽകിയ മാനസിക രോഗത്തിന്റെ മരുന്നുകളുടെ പേരും തെളിവ് സഹിതം സിബിൻ പുറത്തുവിട്ടു. ഇതിന്റെ പിന്നിൽ ഇതിന്റെ പുറകെ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും പറയണം, പുറത്തുനിന്ന് സംസാരിക്കണം. ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരെല്ലാവരും മനസ്സിലാക്കണം. അതാണ് ഇതിലൂടെ എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. ഇത് എന്റെ മാത്രം പ്രശ്നമല്ല. ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇത് വളരെ തന്റെ കുടുംബത്തിന് ഭീഷണികളുണ്ടെന്നും അമ്മയെ അപകടപ്പെടുത്തിയെന്നും സിബിൻ വെളിപ്പെടുത്തുന്നു. ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി. എന്റെ അമ്മയൊരു ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നതല്ല കേട്ടോ, ആയിരിക്കാം, അത് ഞാൻ പറയുന്നില്ല. ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ തനിക്ക് നേരിടേണ്ടി വന്ന ഭീഷണികളെക്കുറിച്ച് വെളിപ്പെടുത്തിയാണ് സിബിൻ പ്രസ് മീറ്റ് അവസാനിപ്പിക്കുന്നത്. രാവിലെ എന്റെ അമ്മയുടെ നമ്പറിലേക്ക് ഒരു ഭീഷണി കോൾ വരികയാണ്. ആ ഭീഷണി കോൾ വന്നതിന്റെ ഫലമായിട്ട് അവരിത് സ്ഥിരമായതുകൊണ്ട് അവരിത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് അവർ സ്ഥിരമായി എന്നെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട്. മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ്. ആ വരുന്ന വഴിയിൽ ഒരു കാർ അവരെ തട്ടിയിട്ട് വീഴാത്തതുകൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ച് എന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി. അനന്തപുരി ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ മമ്മി ICU ഇന്നലെ പുറത്തേക്ക് കൊണ്ടുവന്നു. മെനിയാന്നേരം സർജറി, മെനിയാന്നാണ് ഇൻസിഡന്റ് ഉണ്ടായത്. മമ്മി ഇപ്പം ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പേരിൽ പരാതി മുമ്പോട്ട് അത് ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആവാന്നുള്ള കാര്യം. ആ നമ്പർ അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള എന്റെ തന്നെ ഒരു സുഹൃത്തിന്റെ CCTV ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പറാണ്, അത് കാർ നമ്പർ അല്ല, ഫേക്ക് നമ്പറാണ്. അപ്പോ അല്ല, അത് ഓബ്വിയസ്ലി ചിലപ്പം മറ്റെന്തെങ്കിലും ആയിട്ടുള്ള വിഷയമുള്ള കാർ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ വന്ന് ഇടിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു എന്റെ ലൈഫില്. വലിയ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി പോയിട്ടുണ്ട്. മമ്മിയുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് FIR ആണെന്ന് പറഞ്ഞു. എന്താണ് മർദ്ദിക്കുന്നല്ല, ഉപദ്രവിക്കും. നിനക്ക് വെളിയിറങ്ങി നടക്കണ്ടേ എന്നാണ് ചോദ്യം. വെളിയിറങ്ങി നടക്കണ്ടേ? നീ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത്, നിനക്ക് ബോധ്യമുണ്ടോ? ഇല്ല, അൺനോൺ കോൾസ് ആണ്, ഇന്റർനെറ്റ് കോൾസ് ആണ് വരുന്നത്. എനിക്കറിയില്ല. ചുമ്മാ ഞാൻ ആ സ്റ്റേഷനിൽ എത്തിയ കാര്യം അവരെങ്ങനെ അറിഞ്ഞു? എന്റെ ചോദ്യം, ഞാൻ നസറത്ത്പട്ടി സ്റ്റേഷനിൽ എത്തിയത് എങ്ങനെ അറിഞ്ഞു? അവിടെ നിന്ന് ഈ ഇന്നോവക്കാർ എന്തിന് ഫോളോ ചെയ്തു? കൃത്യമായ ഇൻഫർമേഷൻ കൊടുത്തിട്ടല്ലേ പോലീസ് സ്റ്റേഷൻ? ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ.